ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, എൻ്റെ ഒരു ഹെയർ സ്ട്രെയിറ്റനിങ്ങിൻ്റെ ആ ഒരു ജേണി തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ സ്മൂത്തനിങ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. അപ്പോൾ മിക്ക ആൾക്കാരും ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മളെ ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ എന്തെങ്കിലും ഡാമേജ് വരുമെന്നാണ് ഫസ്റ്റ് ചോദ്യം അവർക്ക് ഉണ്ടാവുക. സത്യം പറഞ്ഞെങ്കിൽ നല്ല രീതിയിൽ കെയർ ചെയ്തെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അല്ലാത്ത പക്ഷമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തലയിൽ ഒരു രോമം പോലും കാണുന്നു തോന്നുന്നില്ല. എനിക്കാണെങ്കിലും ലോങ് ഹെയർ ആയിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നത്. എനിക്ക് അധികം ലോങ് ആയിട്ടുള്ളൊരു ഹെയർ ആയിരുന്നില്ല മുമ്പ് ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ ഭയങ്കരമായിട്ട് ചുരുണ്ടിട്ട് എന്താ പറയുക കിളിക്കൂട് മാതിരി ഇരിക്കും. എൻ്റെ മുടിയുടെ ബാക്ക് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് ആയിരുന്നില്ല ഒരാളുടെ മുമ്പിലും. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് സ്ട്രെയിറ്റൻ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയാൻ തന്നെ. ഇപ്പം കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചെങ്കിൽ നീ എന്തിനാണ് ഈ ഹെയർ പിന്നെ സ്ട്രെയിറ്റൻ ചെയ്തതെന്നാണ്. അവരുടെ ഒക്കെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഓൾറെഡി ഫുള്ളായിട്ട് ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക സ്ട്രെയിറ്റൻ ആയിട്ടുള്ള ഒരു ഹെയർ ആയിരുന്നു എന്നാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ പറയും ഇത് നീ തന്നെയാണോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത്. അത്രയ്ക്ക് എൻ്റെ അപ്പിയറൻസ് ലുക്ക് എന്നെ വേറൊരു രീതിയിലാക്കി എടുക്കണ പോലെയായിരുന്നു എൻ്റെ ആ ഒരു മുടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ മാറ്റണം എന്നുള്ളൊരു തീരുമാനം ഞാൻ അങ്ങനെ വേഗം എടുക്കുകയും ചെയ്തു. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായ കോഴ്സും ഏവിയേഷൻ കോഴ്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഗെറ്റപ്പ് ലുക്കിൽ നടക്കണം എന്നുള്ള രീതിയിൽ വന്നപ്പോൾ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അങ്ങനെ ആ ഒരു ട്രീറ്റ്മെന്റിലേക്ക് കടന്നതാണ് സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്തനിങ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിലൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ ഇപ്പം മുടിയുടെ തുമ്പൊക്കെ ഇങ്ങനെ പൊട്ടി തുടങ്ങി. അപ്പം എനിക്ക് തോന്നി ഞാൻ എന്തിനാ ശരിക്കും ഇങ്ങനെ ചെയ്യാൻ പോയത്. അപ്പം ഇപ്പോഴത്തെ ആൾക്കാരാണെങ്കിലും കേൾസൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഭംഗിയിലുള്ള കേൾസ് ആക്കി നടക്കാനാണ് മിനിമം കുറേ പേരൊക്കെ നോക്കുന്നത്. ചിലവർക്ക് അതായിരിക്കാം ഇഷ്ടമുണ്ടാവുക, ചിലവർക്ക് ഇതായിരിക്കാം ഇഷ്ടമുണ്ടാവുക. പക്ഷെ എനിക്ക് എന്തായാലും സ്ട്രെയിറ്റൻ ആയിട്ടുള്ള ഹെയർ ആയിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ കുറേ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് സ്ട്രെയിറ്റൻ ചെയ്തതാണ്. അപ്പം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലോ സ്മൂത്തനിങ് ആയിരുന്നു. അപ്പം അന്ന് എൻ്റെ ലെങ്ത് ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു ലെങ്ത് കുറവുള്ള കാരണം എനിക്ക് ചെയ്തിട്ടുണ്ടത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3000 സംതിങ് എത്രയും രൂപയും കണ്ട് വന്നിട്ടുണ്ടല്ലോ. 3500 സംതിങ് എത്രയും കണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണെങ്കിലും നമ്മളെ ഇരിങ്ങാലക്കുടയിലുള്ള കടയുടെ പേരെന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞാൻ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കി ഞാൻ ഏത് സലൂണിലായിരുന്നു പോയി ചെയ്തെന്നുള്ളത്. അപ്പം നമ്മുടെ ഇരിങ്ങാലക്കുടയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും. നമ്മുടെ ബോയ്സ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹാരിസ് ലിയോറ യൂണിസെക്സ് സലൂണിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് അവരുടെ സർവീസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. പിന്നെ എന്താ പറയുക നന്നായിട്ട് ചെയ്തു തരും. അവരെല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. എനിക്ക് ഇതിനെ പറ്റി യാതൊരു നോളജ് ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടുകാരാണെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്തതും അവർ തന്നെയായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു സർവീസ് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ. കാരണം ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 3000 സംതിങ്ങോ 4000 സംതിങ് എത്ര ആ ഒരു അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെയും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാമ്പൂ കണ്ടീഷണർ വാങ്ങണേനായിരുന്നു കുറച്ചും കൂടി പൈസ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എൻ്റെ ആ ഒരു ഹെയർ ടെക്സ്ചറിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഹെയറിലേക്ക് വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറച്ച് നാൾ നല്ല പട്ടിച്ചൊക്കെ ഇറക്കിയത് ഇങ്ങനെയൊക്കെ കാണിച്ച് നടക്കലായിരുന്നു എൻ്റെ പണി ഉണ്ടായിരുന്നത്. എൻ്റെ മുടി അങ്ങോട്ട് കൊഴിഞ്ഞൊക്കെ തുടങ്ങി. അപ്പം എനിക്ക് തോന്നി ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത്. അപ്പം ഇതുപോലെയുള്ള കുത്തമിനാറൊക്കെ തലയിൽ ഏറ്റിടുകയെന്നുണ്ടെങ്കിൽ തല നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുള്ള ആൾക്കാർ മാത്രം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാൻ നിൽക്കരുത്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം നല്ല രീതിയിൽ ഡാമേജ് വരികയും ചെയ്യും. അതുപോലെ തന്നെ ഡാൻഡ്രഫ് അതാണ് വലിയൊരു വില്ലൻ നമുക്കിടയിൽ വരണമെന്ന് വെച്ചാൽ. നമുക്ക് നോർമലി നമ്മുടെ തലയിൽ എന്തെങ്കിലുമൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമ്മളേതെങ്കിലും പാക്സും കാര്യങ്ങളൊക്കെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെയെങ്കിലും കുറഞ്ഞാണെങ്കിലും പിന്നീട് അത് മുഴുവനായിട്ട് പോവുകയും ചെയ്യും. പക്ഷേ ഈ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തല കുളിക്കുന്നതിന് കുറച്ചൊരു ലിമിറ്റേഷൻ തന്നെയുണ്ട്. കാരണം ഇത്രയും വാഷിലാണല്ലോ നമുക്കിത് നിൽക്കുള്ളൂ. 1 ഇയർ ആണെങ്കിലും നമുക്ക് എത്രയും കണ്ടാണ് വാഷ് അവർ പറയണത് തന്നെ. അപ്പോൾ ആ ഒരു വാഷിൽ നിൽക്കണമെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൂ പറ്റും. അപ്പോൾ തലയിലാണെങ്കിൽ ഡ്രൈ ആവും തോറും പിന്നെ ഭയങ്കരമായിട്ട് ഡാൻഡ്രഫൊക്കെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഡാൻഡ്രഫിന് വേണ്ടി വേറെ സ്പാ ചെയ്യാൻ വേണ്ടി പോകണം. കുറച്ച് മെനക്കെട്ട പണിയാണ്. പിന്നെ അവർ തന്നിട്ടുള്ള ആ ഒരു ഷാമ്പൂ കണ്ടീഷണർ അല്ലാണ്ട് വേറെ ഒരു സാധനം യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവർ തന്നിട്ടുള്ള ആ ഒരു പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്താൽ മാത്രമാണ് നമ്മളെ മുടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള ആൾക്കാർ മാത്രം ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഞാനാണെങ്കിലും തുടക്കത്തിൽ ഇത് ചെയ്തിട്ടുള്ള സമയത്താണെങ്കിൽ ഒരു 5 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ മാത്രമാണ് ഞാൻ സ്പാ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് 2 മാസം കൂടുമ്പോഴാക്കി, പിന്നെ 3 മാസം കൂടുമ്പോഴാക്കി, അങ്ങനെ അത് അങ്ങനെ പോവുകയും ചെയ്തു. പിന്നെ നോക്കിയപ്പോഴാണ് നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചറൊക്കെ വല്ലാണ്ട് അങ്ങോട്ട് മാറി തുടങ്ങിയത്, നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയത്. കാരണം അന്നുണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് ഗ്രോത്ത് പഴയ മുടീൻ്റെ ആ ഒരു സെയിം ഇതിലാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഗ്രോത്ത് വരുമ്പോൾ നമുക്ക് വല്ലാണ്ട് ആ ചുരുണ്ട ആ ഒരു നമുക്ക് ഉണ്ടായിരുന്ന ചുരുളിച്ചതിനെക്കാട്ടും കുറച്ചും കൂടി വല്ലാണ്ട് ചുരുണ്ടനായിട്ടാണ് നമുക്ക് പിന്നെ അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ പറയണ്ടല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ നീളത്തിലും കിടക്കും, ഇവിടെ നിന്ന് ഇങ്ങനെ പകുതി ഒരുമാതിരി ഇങ്ങനെ അങ്ങോട്ട് വേവ്സ് പോലെ ഇങ്ങനെ കിടക്കുകയും ചെയ്യും. ഭയങ്കര ബോറായിരിക്കും അത് കാണാൻ വേണ്ടി. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ രണ്ടാമത് പോയി എങ്ങനെയെങ്കിലും ചെയ്താൽ മതി. പിന്നെ റൂട്ട് ടച്ച് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും ചെയ്യും. പക്ഷെ അത് ചെയ്യാനാണെങ്കിലും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക്
നമ്മൾ ഓൾറെഡി സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 9 മന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇപ്പോൾ റൂട്ട് ടച്ച് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ചെയ്ത് കഴിഞ്ഞത് ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ ബ്രേക്കേജ് വല്ലാണ്ട് വരും ചെയ്യും. പിന്നീട് നമുക്ക് തലയിൽ ഒരു സാധനം ഇല്ലാത്ത ഒരവസ്ഥ വരും. അപ്പം അതിന് ഭേദം കുറച്ച് ടൈം എടുത്ത് ചെയ്യുക, നല്ല രീതിയിൽ സ്പായൊക്കെ ചെയ്യാൻ വേണ്ടി എങ്ങനെയെങ്കിലും നോക്കുക. മുടിയുടെ ടെക്സ്ചർ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതിനായിട്ട് മെനക്കെട്ട് ഇറങ്ങിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മുടി നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്തേ പറ്റൂ. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കും വേണം. നമ്മൾ തലയിൽ എന്തെങ്കിലും വല്ല സ്റ്റോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിട്ടതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം കുറച്ചും കൂടി നല്ലത്. കാരണം നമ്മളുടെ ആ ഒരു മുടിമെന്ന് വെച്ചെങ്കിൽ ഇഷ്ടംപോലെ ഡെറ്റ്സും അതുപോലെ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പറ്റി പിടിക്കും. അപ്പം അതുകൊണ്ടാണ് അവർ പ്രത്യേകം നമ്മളടുത്ത് പറയാറുള്ളത് ഒരിക്കലും ഓയിൽ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയണത്. അതുകൊണ്ടാണ് സിറംസ് മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ആ ഒരു ലിമിറ്റേഷൻസിലേക്ക് ഒരെണ്ണം കൂടിയാണ് ഓയിൽസ്. നമുക്ക് തലയിൽ എപ്പോഴും അങ്ങനെ ഓയിൽസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്നാണോ ഹെയർ വാഷ് ചെയ്യണത് അന്ന് മാത്രം ജസ്റ്റ് ഒരു കോട്ടൺ പാഡിൽ യൂസ് ചെയ്യണതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കോട്ടൺ പാഡിൽ നമ്മളെ എന്താ പറയുക ഓയിൽ എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളുടെ ഈ സ്കാൽപ്പിൽ ഇങ്ങനെ ഒപ്പിയാക്കി കൊടുക്കുക. എല്ലാവരും ഇങ്ങനെ നീക്കി കൊടുത്തതിന് ശേഷം അങ്ങനെ ആക്കി കൊടുക്കണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. ലെങ്ത്തിലാക്കരുതെന്നാണ് അവർ പറയാറ്. അപ്പം എനിക്ക് പറ്റിയിട്ടുള്ള മണ്ടത്തരം വേറെ ഒന്നല്ല. സത്യം പറഞ്ഞാൽ മണ്ടത്തരം ഇതിന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ഒരു അഹങ്കാരം തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അവർ ഓൾറെഡി എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇന്നതൊക്കെ ചെയ്യണം, ഇന്നതുപോലെയാണ് ചെയ്യേണ്ടത്, ഇതുപോലെയൊക്കെ കെയർ ചെയ്താൽ മാത്രമാണ് മുടി നല്ല രീതിയിൽ ഇരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടേ. പക്ഷെ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ എന്ത് തേക്കാൻ പാടില്ലാത്തതോ ഞാൻ അതല്ലാതെ വേറെ ഒരു സാധനം ചെയ്യാറില്ല. താളി തേക്കും, അതുപോലെ എഗ് പാക്ക് ഇടും, പിന്നെ എന്താണ് ചെമ്പരത്തി താളി പോലത്തെ വേറെ എന്തെങ്കിലും താളി, പിന്നെ നമ്മളെ വെള്ളിയിളം താളി, ഇങ്ങനത്തെ ഓരോ സാധനങ്ങളാണ് ഞാൻ തേക്കാറുള്ളത്. പിന്നെ ഉലുവ പാക്ക്, ഇതൊക്കെ തേച്ച് എൻ്റെ തലമുടിയുടെ കാര്യം പിന്നെ പറയണ്ടേ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മുടി കൊഴിയണ ഒരു ടെൻഷനിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചെയ്ത് കൂട്ടിയെന്ന് വെച്ചാൽ നമുക്ക് സ്പാ ചെയ്യാൻ എപ്പോഴും പോലും നടക്കില്ല. കാരണം 1000 രൂപ മാസം ഇറക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തിനാണ്. എൻ്റെ അമ്മ പറയും നീ പോയി മൊട്ടടിച്ച് കളയേ, ഇതിനും ഭേദം അതാണെന്ന് പറയും. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു അപ്പം ഞാൻ പറഞ്ഞല്ലോ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നുള്ള ആ ഒരു പേടിയിലാണ് ഞാൻ ഈ വക സാധനങ്ങളൊക്കെ എൻ്റെ തലയിൽ തേച്ചിട്ടുള്ളത്. അന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മുടി ഇതുപോലെ റഫായിട്ട് വരുന്നത്. കാരണം നമ്മൾ അവർ പറഞ്ഞാലും അത്ര വലിയൊരു ഇതാക്കി എടുത്തിട്ടുണ്ടായില്ല. പക്ഷെ തലയുടെ ആ ഒരു ടെക്സ്ചർ മാറി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായത് അവർ പറഞ്ഞ പോലെ ചെയ്താൽ മതിയായിരുന്നു. നമ്മൾ അപ്പം ചെയ്യേണ്ട കാര്യം അപ്പം ചെയ്തില്ലെങ്കിൽ പിന്നീട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ള ആ ഒരു കറക്റ്റാണ് എനിക്ക് ഇവിടെ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒരു നോളജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അപ്പം ഇതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്തെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പം നമ്മൾ പോണ സലൂണിൽ അവരുടെ അടുത്ത് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഇന്നതാണ് അവർ പറഞ്ഞതെന്നുണ്ടെങ്കിൽ അതെന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ചെയ്യുന്ന ആൾക്കാർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ആ ഒരു ഷാമ്പൂ കണ്ടീഷണർ തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ നോക്കാം. പിന്നെ സിറംസ് ആണെങ്കിലും അങ്ങനെ തന്നെ നോക്കാം. പിന്നെ തലയിൽ വേറെ പാക്കുകളും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. കാരണം എനിക്കും കിട്ടിയ 8ന്റെ പണി പോലെ ഇരിക്കും ചിലപ്പോൾ നിങ്ങൾക്കും കിട്ടാൻ പോണത്. അപ്പോൾ അതുപോലുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഓയിൽസ് ആണെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഇത്രയും, അതായത് ജസ്റ്റ് ഒരു കോട്ടൺ പാഡിൽ എടുത്തതിന് ശേഷം അതിൽ നിന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ യൂസ് ചെയ്യുക. അതിന് ശേഷം വേഗം തന്നെ നമ്മൾ കുളിച്ചത് വാഷ് ഔട്ട് ചെയ്ത് കളയുകയും വേണം. പിന്നെ ഹെയർ ഒക്കെ കെട്ടി വെക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൂസ് ആയിട്ടുള്ള ബാൻഡ്സ് യൂസ് ചെയ്തതിന് ശേഷം, അതായത് നമ്മൾ സ്ക്രഞ്ചീസ് പോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ യൂസ് ചെയ്താൽ മതി തലയിലേക്കും. അതാകുമ്പോൾ നമ്മളെ തലയിലേക്ക് വേറൊരു ദോഷവും കാര്യങ്ങളൊന്നും വരില്ല. ഇങ്ങനെ അയച്ചെടുക്കുമ്പോഴാണെങ്കിലും മുടി പറഞ്ഞൊന്നും പോരാനൊന്നും പോകുന്നില്ല. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക. ഡെയിലി ഓരോ ഓറഞ്ച് കഴിക്കുന്നത് മാത്രമേ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ ബയോട്ടിൻ അടങ്ങിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അതുപോലെ ബ്രോക്കോളി, കുറേ സാധനങ്ങളുണ്ട്. മുടിക്ക് മാത്രമല്ല നമുക്ക് എല്ലാത്തിനും അത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കഴിക്കാൻ നോക്കുക. പിന്നെ നെല്ലിക്ക ജ്യൂസ് അതൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നെറ്റിലാണെങ്കിലും കുറേയൊക്കെ സെർച്ച് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കാണ്ട് നോക്കുക. അനാവശ്യം എന്ന് ഉദ്ദേശിച്ച് വേറെ ഒന്നുമല്ല. കാരണം ഒരാൾ പറഞ്ഞു തന്ന സാധനം തന്നെ നിങ്ങൾക്ക് അത് കറക്റ്റ് സ്യൂട്ട് ആവണമെന്നില്ല. നിങ്ങളുടെ ബോഡി അത് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പം അതിനെക്കാട്ട് എത്രയോ ഭേദമാണ് നിങ്ങളൊരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തിട്ട് അവർ തരുന്ന ആ ഒരു സെയിം സപ്ലിമെന്റ് തന്നെ നിങ്ങൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലാണ്ട് ഓൺലൈനിൽ ഓരോന്ന് ഇങ്ങനെ കുറേ ബയോട്ടിൻ സപ്ലിമെന്റ്സ് ഉണ്ട്, അതാണ് ഇതാണെന്നൊക്കെ കേൾക്കുമ്പോൾ ഓടിപ്പോയി അങ്ങനെ വാങ്ങിച്ച് കഴിക്കാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഉള്ളതും കൂടി നിങ്ങൾ കളയാനൊന്നും നിൽക്കരുത്. അപ്പം നമ്മളെ പോലെയുള്ളവർ ഇതുപോലത്തെ സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വേറെ ഒന്നും ഉണ്ടല്ല, ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കുറേ പേര് ഇങ്ങനെ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ അവർക്ക് ഇന്ന ഫുഡ് വാങ്ങിച്ച് കഴിക്കാനാണെങ്കിലും ഇന്ന ഫുഡ് ഉണ്ടാക്കി കഴിക്കാനാണെങ്കിലും ഒന്നിനും ടൈമില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും ഈ സപ്ലിമെന്റ്സ് എടുക്കുക. അപ്പോൾ ഓൺലൈനിലും ഓരോ സ്റ്റോറിലും കണ്ടിട്ടുള്ള സപ്ലിമെന്റ്സ് കഴിക്കണമെന്നില്ല. ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം കഴിക്കാൻ വേണ്ടി നോക്കി നോക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ജേണിയാണ് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഷെയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
കുറച്ചെങ്കിലും നിങ്ങൾക്കെങ്കിലും ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഒരു നോളജ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടാമതും ചെയ്തിട്ടുണ്ട്. രണ്ടാമതല്ല, അതിൻ്റെ തേർഡായിട്ടുള്ള ടൈമിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇനി രണ്ടാമത്തെ വട്ടം ഞാൻ ചെയ്തിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ടച്ചപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടം തൊട്ട് ഇവിടം വരെ ആയിരുന്നു എനിക്ക് ഈ ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ വട്ടം ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എൻ്റെ ഡാമേജ് ആയിട്ടുള്ള ഹെയർ ഏത് കോലത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ആ വീഡിയോ മസ്റ്റായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും തല ഏത് രൂപത്തിലാവും നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.